കംസൻ പിന്നെ നിന്നില്ല, ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. ആ നിമിഷം മുതൽ കംസൻ്റെ മനസ്സറിയാതെ ഉള്ളിൽ ജപിച്ചു പോത്രേ, ഹരി ഹരി, എൻ്റെ പിന്നാലെ ഒരു നിഴൽ, ഹരിയാണോ ഹരിയാണോ ഹരിയാണോ, ഇതിങ്ങനെ പറഞ്ഞു പോവുക. അങ്ങനെ കംസൻ ഒരു വശത്ത് എവിടെയൊക്കെ തിരിഞ്ഞാലും നിഴലുകൾ കാണുക, പേടി വരിക, ഭയങ്കരമായിട്ട് പേടി വരിക. ഇതിനിടയ്ക്ക് കാരാഗ്രഹത്തിൽ ഒരിക്കൽ ദേവന്മാർ വന്ന് ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുന്നൊരു സ്തുതിയുണ്ട്. ഭാഗവതത്തിലെ അതിഗംഭീരമായൊരു സ്തുതിയാണ്. പറ്റിയ നിങ്ങളൊക്കെ ഒന്ന് വായിക്കണം, അതിമനോഹരമാണ് ആ സ്തുതി. ഇത് 10ാം സ്കന്ധത്തിൽ 2ാം അധ്യായത്തിൽ വരുന്ന സ്തുതിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എവിടെയാണ് ഈ 7ാമത്തെ കുട്ടിയൊക്കെ പോയതെന്ന്. അപ്പം ഭഗവാൻ തൻ്റെ അവതാരത്തിന് മുമ്പ്, ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് തൻ്റെ മായാദേവിയെ, തൻ്റെ ശക്തിസ്വരൂപിണിയായ ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവി ഈ അവതാരത്തിൽ എന്നെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അപ്പോൾ ഭഗവാനും അവതരിക്കണമെങ്കിൽ ഒരു ദേവിയുടെ സഹായം വേണം. അപ്പം ആ ദേവിയോട് പറയുകയാണ്, ദേവി ഭൂമിയിൽ അവതരിക്കണം, മനുഷ്യരൂപത്തിൽ അവതരിക്കണം. എന്നിട്ട് എവിടെ അവതരിക്കണം? യശോദാദേവി, അതായത് ഈ വസുദേവരുടെ ബന്ധുവാണ് നന്ദഗോപരുടെ ഭക്തിയാണ് യശോദാദേവി. ആ യശോദാദേവിയുടെ ഗർഭത്തിൽ പെൺകുഞ്ഞായിട്ട് വരണം. അതെന്തിനാണ്? എൻ്റെ അമ്മ ദേവകീദേവി എന്നെ പ്രസവിച്ചാൽ ഇവിടെ നിർത്തില്ല. കാരണം കംസനെ ഭയന്ന് അച്ഛൻ നന്ദഗോപ ഗൃഹത്തിൽ എന്നെ കൊണ്ടാക്കും. എന്നിട്ട് ദേവിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അപ്പം കംസൻ വിചാരിക്കും ദേവകീദേവി പ്രസവിച്ചത് ദേവിയാണെന്ന്. കൊല്ലാനായിട്ട് കൈ എടുക്കും, ദേവി അപ്രത്യക്ഷയായിക്കോളൂ. ഭൂമിയിൽ അവതരിച്ച് ഇനി ജനങ്ങൾ ദേവിയുടെ നാമം ചൊല്ലും. ദേവിക്ക് അനവധി നാമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ നാമങ്ങളൊക്കെ ജനങ്ങൾ അവർ ചൊല്ലും. ആര് ദേവിയുടെ നാമം ചൊല്ലുന്നുണ്ടോ അവരെ ദേവി അനുഗ്രഹിക്കണം. അപ്പം ആരെയാണ് അനുഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. തൊഴുതു പോകുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പറയാണ് നാമം ജപിക്കുന്നത്. അതിനാണ് നിങ്ങൾ കുട്ടികളെയൊക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലിപ്പിക്കേണ്ടത്. അപ്പം ആ നാമം ചൊല്ലുന്ന മനസ്സുകളെ ദേവി അനുഗ്രഹിക്കണം, അവർക്ക് ശക്തി പകരണം. ആ ദേവിക്ക് ഭഗവാൻ നിർദ്ദേശം കൊടുക്കുന്ന ആ ഭാഗം 2ാം അധ്യായത്തിൽ ആ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ദേവിയെ വിളിച്ചു പറയുന്നു, ഗച്ഛ ദേവി വ്രജം ഭദ്രേ ഗോപഗോപീരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാം ച കംസസംവിഘ്ന വിവരേഷു വസന്തി ദേവക്യാ ജഡരേ ഗർഭം ശേഷാഖ്യം ധാമമാമകം തൽ സന്നികൃഷ്യ രോഹിണ്യ ഉദരേ സന്നിവേശയ അദാം കമംശഭാഗേന ദേവക്യാ പുത്രദം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായം നന്ദപത്ന്യാം ഭവിഷ്യസി. അർച്ചിഷ്യന്തി മനുഷ്യാസ്തം സർവകാമവരേശ്വരീം ധൂപോപഹാരബലിഭി സർവകാമവരപ്രദം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണീശാനി ശാരദേതി അംബികേതി ച. ഈ നാമജപങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ നാമം ജപിക്കുന്ന ഭക്തന്മാരെ ദേവി അനുഗ്രഹിക്കണം. എപ്പോഴും ഓർത്തോളൂ, തൊഴുതു പോകുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കുട്ടികളെ തൊഴുതു പോകുന്നവരാക്കരുത് നിങ്ങൾ. നാമജപം ഉള്ളവരാക്കി മാറ്റണം. നാമജപം ചെയ്യുന്നവരെ മാത്രമേ അനുഗ്രഹിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ വായിച്ചിരുന്നെങ്കിൽ നമ്മൾ കുട്ടികളെ ഇങ്ങനെ ആക്കി എടുക്കുമായിരുന്നു. ഇതൊക്കെ ആര് വായിക്കണു? അതിന് വല്ലവരും ഇതൊക്കെ വായിക്കണ്ടേ? ഈ കിതാബൊക്കെ തുറന്നു നോക്കണ്ടേ? എല്ലാവരും സർവജ്ഞരായി. ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ഹിന്ദുമതത്തിൻ്റെ ഒരു ശാപം എന്താ വെച്ചാൽ ഒക്കെ സർവജ്ഞരായി, എല്ലാം അറിയുന്നവരായിപ്പോയി. എന്നാൽ ഒരു വിവരമില്ല, ഒരു പൈസേൻ്റെ വിവരമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ അറിയുന്ന സർവജ്ഞരെ പോലെയാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യാൻ? അപ്പോൾ അനുഭവിക്കന്നെ. അതാണ് ഈ ഇസ്ലാം മതത്തിനൊക്കെ ഉള്ളൊരു ഗുണം. അവർ ചെറുപ്പത്തിൽ ഈ ഖുർആനൊക്കെ പഠിച്ച് വല്ല ബോധമുണ്ട് അവർക്ക്. ഇതൊരു ചുക്കും അറിയില്ല. വെറുതെ അമ്പലത്തിൽ പോയി വായും പൊളിച്ച് നോക്കിയിട്ട് എന്നാൽ ഇരിപ്പ് കണ്ടാലോ സർവജ്ഞനുമാണ്. എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞിരിക്കുന്ന ആളെ പോലെയാണ് ഇരിപ്പ്. എന്തൊരു ശല്യമാണ് നോക്കൂ നിങ്ങൾ. ഈ കുട്ടികളും അതുപോലെ വിഡ്ഢികളായി മാറുക. അവർക്കൊരു മനോബലമുണ്ടോ? അതൊന്നും ഈ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല. വെറുതെയാണ് പ്രായമായ തോണ്ടി ഒരു പുറത്തിടുന്നത്, കൊള്ളരുതാത്തവരായിട്ട് അച്ഛനമ്മമാരെ കാണുന്നത്, തിരിഞ്ഞു നോക്കാത്തത്. നിങ്ങൾ നോക്കൂ, ഹിന്ദുക്കളുടെ അവസ്ഥ എന്തേ ഇങ്ങനെ ആയതെന്ന്.
അപ്പം നമ്മൾ ചെയ്യുന്നതേ കുട്ടികൾ നമുക്ക് തിരിച്ചു ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ കൊടുക്കുന്നതാണ് കുട്ടികൾ നിങ്ങൾക്ക് തരുന്നത്. നിൽക്കട്ടെ, ഇവിടെ ഈ നാമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ദേവി ആര് നാമങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടോ അവരൊക്കെ ദേവി കൈവിടരുത്, അനുഗ്രഹിച്ചോളാം. അപ്പം നിങ്ങൾ ഈ കുട്ടികളെയൊക്കെ ലളിതാ സഹസ്രനാമമൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ആലോചിച്ച് നോക്കൂ, ആ കുട്ടികളെയൊക്കെ ദേവിയുടെ ഒരു അനുഗ്രഹമുള്ളവരായി മാറില്ലേ? അതിനൊക്കെ പ്രാപ്തരാക്കണ്ടേ? അതിനൊരു യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസി. സർവഭൂതങ്ങളിലും മാതൃരൂപമിരിക്കുന്നു, സർവഭൂതങ്ങളിലും ശക്തി ഇരിക്കുന്നു അല്ലേ? നമസ്തസ്യേ, ആ ശക്തി ഉണർത്താൻ ഞാൻ നമസ്തസ്യേ 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 നമോ നമ. ഇതൊക്കെ നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമമൊക്കെ കുട്ടികളെ നിർബന്ധമായി ചൊല്ലിപ്പഠിപ്പിക്കണം. ഇനി ഇവിടെ ഉത്സവമൊക്കെ വരുമ്പോൾ എല്ലാ പെൺകുട്ടികളും അമ്മമാരും ഒന്നിച്ചു ചേർന്ന് നാമം ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന ഒരു ക്ഷേത്രമാക്കി ഇതിനെ മാറ്റണം. നിങ്ങൾ വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ. സർവജ്ഞരെ പോലെ ഇരിക്കരുത്, അത് മൂഢത്വമാണ്, പൊട്ടത്തരമാണ്. അരപ്പൈസയുടെ വിവരമില്ല എന്ന് സ്വയം അംഗീകരിക്കുക, എനിക്ക് വിവരമില്ല എന്നുള്ളത്. എന്നാലല്ലേ നമ്മൾ വിവരമുള്ളവരായി മാറുള്ളൂ. അതിനുള്ളൊരു മനസ്സുള്ളവരാവുക. എല്ലാം അറിഞ്ഞവരായിട്ട് ഇരിക്കരുത്, അത് മൂഢത്വമാണ്, അത് വിഡ്ഢിത്തമാണ്, അതൊരു കഴുതകളുടെ സ്വഭാവമാണത്. നമ്മൾ കഴുതകളായിട്ട് മാറരുത്. മറ്റുള്ളവർക്കറിയാം നിങ്ങൾക്കൊരു വിവരമില്ല എന്നുള്ളത്. അപ്പോൾ സ്വയം തിരിച്ചറിയാം, എനിക്ക് വിവരമില്ല, ഞാനിതൊന്ന് പഠിക്കണം. അതിനാണ് ഗുരുത്വം എന്നൊക്കെ പറയണത്, മഹത്വം എന്നൊക്കെ പറയണത്. അതാണ് നമുക്ക് ഗുരുക്കന്മാർ അടുത്തൊക്കെ പോയി തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛ സമിത്പ്രാണീശ്രോത്രിയം ബ്രഹ്മനിഷ്ഠൻ. നമ്മൾ പ്രായമൊന്നും നോക്കണ്ട, എനിക്കറിയില്ല, ഞാൻ പഠിക്കണം, എനിക്കിത് മനസ്സിലാക്കണം, എനിക്കിത് അനുഷ്ഠിക്കണം. അങ്ങനെയൊക്കെ ഒന്നൊരു ശീലം ഉണ്ടാക്കി നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ജീവിച്ച പോലെ അതേ പൊട്ടത്തരത്തിൽ നാളെയും ജീവിക്കും, എല്ലാം അറിയുന്ന ഒരാളായിട്ട്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിക്കും. എപ്പോഴും ഓർക്കണം, അത് നമുക്ക് കരുത്തില്ലാത്തവരെയാണ് കരുതലില്ലാതെ പോകുന്നത്. അത് ഓർത്തോളൂ നിങ്ങൾ. കരുത്ത് ഇപ്പം നിങ്ങൾക്കുള്ളത് ആരോഗ്യമുള്ളത് കൊണ്ടാണ്. ആരോഗ്യം പോയിട്ട് കരുത്തില്ല, അപ്പം നമ്മൾ നോക്കണം കരുത്തുണ്ടോ, എനിക്കത് താങ്ങാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടോ. അപ്പം നിങ്ങളെ കൈവിടില്ല. കരുത്തുള്ളവരെ ആരും കൈവിടില്ല. അച്ഛനും അമ്മയൊക്കെ തളർന്ന മക്കൾ കൈവിടുന്ന എന്തുകൊണ്ടാണ്? കരുത്തില്ല. അപ്പം നിങ്ങൾ കരുത്തില്ലാതായി പോയാൽ അപ്പം മക്കൾ കൈവിട്ട്, ഓർത്തോളൂ, ആരും കൂടെ ഉണ്ടാവില്ല. ഇതൊക്കെ വെറുതെ നിങ്ങൾ പൊട്ടത്തരം വിചാരിച്ച് നടക്കരുത്. അവനവൻ്റെ കൂടെ അവനവനെ ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ അവനവൻ്റെ കരുത്തേ അവനവൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അതിനാണ് നാമജപങ്ങളൊക്കെ. നാമം ജപിക്കുന്നതിനാണ് മനസ്സിനെ കരുത്തുള്ളതാക്കാനാണ്. അങ്ങനെ ഒരു കഴിവുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. ദേവിയോട് ഇതൊക്കെ പറഞ്ഞ് ദേവി പറഞ്ഞയച്ചു. അതിനുശേഷം ദേവന്മാർ ആ കാരാഗ്രഹത്തിൽ വന്ന് ഭഗവാനെ സ്തുതിക്കുന്ന അതിഗംഭീരമായൊരു സ്തുതിയാണ്, വളരെ മനോഹരമായ സ്തുതിയാണ്. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. സത്യവ്രതനാണ് ഭഗവാൻ, സത്യസ്വരൂപനാണ്. ഈ ഭാഗവതമൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇതൊരു ഗംഭീരമായൊരു ബുക്കാണ്. ഞാനിവിടെയൊക്കെ വ്യാസഭഗവാന്റെ എഴുതി വച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ അത്ഭുതമാണ്. ഒരൊറ്റ ശ്ലോകത്തിൽ 8 സത്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങൾ എഴുതിയിരിക്കുകയാണ്. പണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഗുരുവായൂരിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 8 വോള്യം ബുക്കുകൾ കിട്ടും നിങ്ങൾക്ക്. ഈ ഭാഗവതത്തിന് പണ്ഡിറ്റ് ഗോപാലൻ നായർ എഴുതിയിരിക്കുന്ന ഒരു കംപ്ലീറ്റ് കമൻട്രിയാണ്. എപ്പോഴെങ്കിലൊക്കെ ഗുരുവായൂർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഓരോ പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴേക്കും അപ്പോഴേക്കും തീർന്നു പോകും അത്. അപ്പോൾ നേരത്തെ പോയി ഗുരുവായൂരിൽ പോയിട്ട് വാങ്ങിച്ചു വയ്ക്കണം. എപ്പോഴെങ്കിലും ഒന്ന്, അതൊക്കെ ഒരു അസറ്റാണ്, വീട്ടിലത് കൊണ്ടുവയ്ക്കുക. 8 വോള്യം പുസ്തകങ്ങൾ. ഭാഗവതത്തിന് ഇത്രയും എക്സോസ്റ്റീവായിട്ടുള്ളൊരു കമൻട്രി കിട്ടുന്നത് പണ്ഡിറ്റ് ഗോപാലൻ നായർ. ഈ പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ അതീവ സ്കോളറായിരുന്നു, വലിയ സാധകനായിരുന്നു, ഒരുപാട് തപസ്യായിരുന്നു, ഋഷിതുല്യനായിരുന്നു. അതുകൊണ്ട് പഴയ കാലത്ത് നമ്മുടെ ആദ്യകാലത്തെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് കേരളത്തിൽ വന്നു. അദ്ദേഹം ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. ഈ പ്രസിഡന്റ് നേരെ ചോദിച്ചത്, ഇദ്ദേഹം പണ്ഡിറ്റ് ഗോപാലൻ നായരെ കുറിച്ച് അറിഞ്ഞിട്ട്, പണ്ഡിറ്റ് ഗോപാലൻ നായർ ഒരു സ്കൂൾ അധ്യാപകനാണ്, പക്ഷെ ഉപാസകനായിരുന്നു. ഒരുപാട് ജപിച്ച് ഉപാസകനായിട്ട്, അങ്ങനെയാണ് ഈ ഭാഗവത കഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടു ഈ പണ്ഡിറ്റ് ഗോപാലൻ നായരെ. അദ്ദേഹം പോയി, പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ വീട്ടിൽ പോയി. ഗോപാലൻ നായർക്കാണെങ്കിൽ നല്ല പ്രായമായി, 90 വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിനെ പതുക്കെ കൊണ്ടുവന്നു, മക്കൾ പുറത്തിരുത്തി. ഈ ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിനെ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ്. അപ്പം അത്ര
ഒരു മഹാനായിരുന്നു ഈ പണ്ഡിറ്റ് ഗോപാലൻ നായർ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ്, ഗുരുവായൂരിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, 8 വോളിയം കിട്ടും. അപ്പം ആ പുസ്തകത്തിൽ ഈ സത്യവ്രതം സത്യപരം എന്നുള്ള ശ്ലോകത്തിന് 5-6 പേജിലാണ് കമൻട്രി എഴുതിയിരിക്കുന്നത്. അത് വായിക്കേണ്ട ഒരു കമൻട്രിയാണ്. ഭാഗവതത്തിന് ഇത്രയൊക്കെ അറിവുണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളത് ഒന്ന് ചെയ്തു കഴിഞ്ഞാലല്ലോ നാളത്തെ കുട്ടികൾക്ക് ഇതിനോടൊരു താല്പര്യം കൂടും. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലിങ്ങനെയുള്ള പുസ്തകമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ ജിജ്ഞാസ തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടോ ഭാഗവതത്തിൽ? ഞാൻ വിചാരിച്ച ഭാഗവതം ഒരു ചെറിയ കൊച്ചു പുസ്തകമാണ്, പക്ഷെ ഇത്രയും കമൻ്റ് എഴുതാൻ മാത്രമേ ഉണ്ടോ? അതൊക്കെ പിന്നീട് വലിയൊരു പ്രചോദനമായിരുന്നു അത് വായിക്കാൻ. ഇതിനൊരു താല്പര്യം വരുമ്പോൾ. അപ്പം അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്കൊരു വലിയൊരു മോട്ടിവേഷനാവും. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കുക. ഏതായാലും ഇങ്ങനെ പറഞ്ഞു, ഭഗവാന്റെ നാമത്തിൽ ആർക്കൊരു രുചിയുണ്ടോ, ഭഗവാന്റെ ഒരു അനുഷ്ഠാനത്തിലൊക്കെ ഒരു രുചിയുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ കടമ്പകളൊക്കെ എളുപ്പം തരണം ചെയ്യാൻ അവർക്കൊരു മനോബലവും അതുപോലെ തന്നെ അതിന് പറ്റുന്നൊരു കൂട്ടുകെട്ടുകളൊക്കെ അവർക്ക് വരും. അവരെ ആശ്വസിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ആളുകൾ വരും. അതുകൊണ്ട് അംബുജാക്ഷ, അങ്ങയിലൊരു ഭക്തി ഉണ്ടാവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ. ഈ ഋഷിവര്യന്മാർ അല്ലെങ്കിൽ ദേവന്മാർ ഗർഭത്തിലിരിക്കുന്ന കൃഷ്ണനോട് ചോദിക്കുന്നത് ഞങ്ങളുടെ സങ്കടം തീർക്കൂന്നല്ല. അവർ പറയുന്നത് അങ്ങയുടെ നാമജപങ്ങളൊക്കെ ജപിക്കാൻ ഞങ്ങൾക്കൊരു അനുഗ്രഹമുണ്ടാക്കണേ എന്നാണ്. പറയാണ്, ത്വയീയംബുജക്ഷാഖില സത്വധാംനി സമാധിനാവേശിത ചേതസൈകേ ത്വൽപാദപോതേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദംബവാപ്തിം. ഒരു നല്ല ഉദാഹരണം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, പശുക്കുട്ടികളിങ്ങനെ നനഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ ആ പശുക്കുട്ടികളുടെ കുളമ്പ് മണ്ണിൽ തട്ടിയിട്ട് ചെറിയ കുഴികളൊക്കെ വരും, കൊച്ചു പശുക്കുട്ടികൾ. ആ കുഴികളിൽ നിൽക്കുന്ന വെള്ളം കടന്നു പോവാൻ നമുക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇതുപോലെയാണ് ഭഗവാന്റെ നാമസ്മരണങ്ങളിൽ ശ്രദ്ധ വരുന്നവർക്ക്, അനുഷ്ഠാനമുള്ളവർക്ക് ദുരിതങ്ങളൊക്കെ ചെറിയ കുഴികളിൽ നിൽക്കുന്ന വെള്ളം പോലെ അവർക്കത് എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കുന്നു. അപ്പം ചിലവർക്കെന്താ വലിയ ദുരിതങ്ങളൊക്കെ? അനുഷ്ഠാനമില്ല, മനോബലമില്ല. അനുഷ്ഠാനമില്ലേ, മനോബലമില്ലേ, ദുരിതത്തിൻ്റെ തീവ്രത കൂടും. അപ്പം അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അനവധി അവതാരങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഭഗവാൻ കൃഷ്ണനെ പോലെ ഇത്രയും സ്വാധീനിക്കപ്പെട്ട ഒരു അവതാരം ലോകത്തിലില്ല. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തിന് തന്ന അത്യത്ഭുതകരമായ ഒരു കൃതിയാണ് ഭഗവത്ഗീത. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള, ഗീത വായിക്കണം. നമ്മൾ എല്ലാ വർഷവും ഡിസംബറിൽ ഗീതാ ജയന്തി വരും. ഈ ക്ഷേത്രത്തിലൊക്കെ അത് ആഘോഷിക്കണം. ഒന്നിച്ച് ഗീത വായിക്കുന്ന നമ്മൾ നോക്കൂ, മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് പഠിക്കണ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരിക്കലും മുസ്ലിം സമുദായത്തിൻ്റെ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു, സ്വാമിയായിട്ട് പോലും. ഒരു 10,000 കുട്ടികൾ അവർ ഖുർആൻ വായിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നി നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ. ആരെങ്കിലും ഒരു ഗൈഡൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണ്ടോ? അവർക്ക് ഗ്രാൻഡ് വരെ സർക്കാർ കൊടുക്കുകയാണ് അത് വായിക്കാൻ. നോക്കണം, എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുകയാണ്. എന്നാൽ ഹിന്ദുവിൻ്റെ ഒരു കാര്യം നോക്കൂ, നല്ല അമ്പലങ്ങളുണ്ട്, വല്ല കൂട്ടായ്മയുണ്ടോ? വല്ലതും അറിയോ? എന്നിട്ട് കഞ്ചാവും ലഹരിയും ഒക്കെ ഹിന്ദു കുട്ടികളാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. വഴിയും തെറ്റി പാവം തമ്മിൽ തെറ്റി, അച്ഛനുമായിട്ട് തമ്മിൽ തെറ്റി, മൊബൈലിൽ അടിമപ്പെട്ട് എന്നിട്ട് അച്ഛനും അമ്മയായിട്ട് കലഹമുണ്ടാക്കി കുടുംബം തകർത്ത്, ഇങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. ഇതിലൊരു മാറ്റം ഉണ്ടാക്കണ്ടേ? ഒരു നാമജപ സംസ്കാരം ഉണ്ടാക്കണ്ടേ? അപ്പം അതുകൊണ്ട് ഗീത എല്ലാ കുട്ടികളെയും നമുക്ക് വായിപ്പിക്കണം. ഈ ക്ഷേത്രത്തിലൊരു ക്ലാസ് നിങ്ങൾ തുടങ്ങി വെക്കണം. ആര് തീർത്താലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദയവ് വിചാരിച്ച് നിങ്ങൾ ക്ഷേത്ര കാര്യത്തിൽ ഇടപെടരുത്. അത് കാരണം, അത് എടുത്തു പറയാൻ കാരണം ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് ദേഷ്യം വെച്ചിട്ടല്ല. കാരണം പലപ്പോഴും വർഗീയത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിന്ദു മതത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത്. മുസ്ലിം സമുദായത്തിൽ അവർ മാർക്സിസ്റ്റുകാരുണ്ട്, എത്രയോ മാർക്സിസ്റ്റുകാരല്ലേ. പക്ഷെ അവരവരുടെ കുട്ടികൾ പള്ളിയിൽ പോകുന്നതിന് എതിർക്കുന്നുണ്ടോ? അവരാരെങ്കിലും എതിർക്കണേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പള്ളിയിൽ പോകുന്നില്ലേ വെള്ളിയാഴ്ച? അപ്പം ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വില്ലേജാണ്. അവരൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, അത് അവിടെ ഭരിക്കുന്നത്. അവർ ഞായറാഴ്ച പള്ളിയിൽ പോകും. ഒരു പാർട്ടി മീറ്റിംഗ് അവർ പോവില്ല ആ സമയത്ത്. കാരണം അവർക്ക് അവരുടെ പ്രെയർ വലുതാണ്. അപ്പോൾ അവർ മാർക്സിസ്റ്റൊക്കെയാണ്, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ പ്രെയർ കഴിഞ്ഞിട്ടുള്ള മാർക്സിസ്റ്റേ ഉള്ളൂ.
എന്നാൽ ഹിന്ദുക്കൾക്കല്ല. ഹിന്ദുക്കൾക്ക് അപ്പോഴേക്കും അമ്പലത്തിൽ കുട്ടികൾ പോയ വർഗീയതയെ, അവർ വല്ലതും പഠിച്ച വർഗീയതയെ ഇത് നിങ്ങൾ കാണിക്കരുത്, നിങ്ങൾ വഴിതെറ്റിക്കുകയാണ്. മറ്റ് സമുദായങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികളും പഠിക്കണ്ടേ? അവർക്കൊക്കെ അവരുടെ പള്ളികളും സംവിധാനങ്ങളുണ്ട്. നമുക്ക് അമ്പലമല്ലാതെ പിന്നെ എന്താ ഉള്ളത്? അതുകൊണ്ട് ദയവ് വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം, ഇതൊന്നും പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ മുടക്കരുത്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ, വല്ലതും ഒരു പഠിക്കട്ടെ. അതിനുള്ളൊരു സംവിധാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞാൻ എന്തിനാ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ കാരണം പൊതുവേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതികൾ ഹിന്ദു സമൂഹത്തിനെതിരായി മാറുന്നതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ വർഗീയതെന്ന് പറയും. ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ RSSകാരനാക്കും. ഞാൻ RSSകാരനല്ല. RSS വന്നിട്ട് 125 വർഷമായിട്ടുള്ളൂ. ഹിന്ദുമതം 5000 വർഷം പാരമ്പര്യമുള്ള സംസ്കൃതിയാണ് അല്ലേ? അങ്ങനെ ഒരു അഭിമാനമുള്ള ഹിന്ദുക്കളായി മാറണം വേണ്ടേ? നാരായണ ഗുരുദേവൻ RSSകാരനായിട്ടാണോ ഹിന്ദു എന്ന് പറഞ്ഞത്? അപ്പം ഇവരൊക്കെ ഹിന്ദുക്കളായത് ഭാരതത്തിൻ്റെ ചിരപുരാതന സംസ്കൃതിയാണ്. ഗീത ഒരു ചിരപുരാതന സംസ്കൃതിയാണ്. അത് പഠിച്ചാൽ എങ്ങനെ RSS ആവുന്നത്? അപ്പം അതുകൊണ്ട് ഇത്തരം ബാലിഷ്യമായ വാക്കുകളും പറഞ്ഞ് നിങ്ങൾ വഴിമുടക്കരുത്. വഴിതെറ്റിക്കുന്നവരാവരുത്. അനുകൂലിക്കുക. മറ്റു കുട്ടികൾ, മുസ്ലിം കുട്ടികളെ കണ്ടു പഠിക്കുക. അവർ ഖുർആൻ പഠിക്കുമ്പോൾ നിങ്ങൾ പറയുന്നില്ലല്ലോ വർഗീയം എന്നുള്ളത്. അവരുടെ പള്ളിയിൽ പോകാൻ നിങ്ങൾ രാവിലെ കാണുന്നില്ലേ? കൊച്ചു നിങ്ങൾ പറഞ്ഞു ബാലപീഡയാണെന്ന്. അവരെ സുന്നത്ത് കഴിക്കുമ്പോൾ ബാലപീഡ നിങ്ങൾ പറയൂ? കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബാലപീഡ? കാരണം നിങ്ങൾക്ക് പ്രശ്നമില്ല അത്. പക്ഷേ ഹിന്ദു കുട്ടി രാവിലെ അമ്പലത്തിൽ വന്നാൽ ഒപ്പം നിങ്ങൾക്ക് പ്രശ്നമാവുന്നത് അത് നിങ്ങളുടെ വൈകല്യമാണ്, നിങ്ങളുടെ വികൃത മുഖമാണത്. അതുകൊണ്ടാണ് ആ പാർട്ടി നശിച്ചു പോകുന്നത്. നിങ്ങളതിനൊക്കെ എതിര് നിൽക്കുന്നതുകൊണ്ടാണ് ത്രിപുരയിലും ബംഗാളിലൊക്കെ അത് തൂത്തെറിഞ്ഞു പോയത്. അതിങ്ങനെ തിരിച്ചറിയൂ. നിങ്ങളായിട്ട് നശിപ്പിക്കേണ്ട അതിനെ. കാരണം മഹാരഥന്മാരായ EMSനെ പോലുള്ള EK നായനാരെ പോലുള്ള കുറേ AKG പോലുള്ളവരൊക്കെ പ്രതിഭകൾ വറുത്തെടുത്തൊരു പാർട്ടിയല്ലേ. നിങ്ങൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് അതിന് തകർക്കരുത്. EK നായനാരൊന്നും ഇതിനെതിരായിരുന്നില്ല. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, എൻ്റെ കൂടെ ആദ്യകാലത്ത് ഭാഗവതം വായിക്കായിരുന്നു, നാരായണ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ മകൻ, അതേ EMSൻ്റെ ഇല്ലത്തുള്ള ആൾ, ആദ്യകാലത്ത് എൻ്റെ കൂടെ വായിക്കുന്ന ആളായിരുന്നു. അതേ എതിർത്തില്ല. കുട്ടികളൊക്കെ അവർ വായിക്കുന്ന സമയത്ത് EMS എതിർത്തിട്ടില്ല, അതിനെ വർഗീയെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലാവുണ്ടല്ലോ? നിങ്ങൾ വഴിതെറ്റിക്കാതെ. നിങ്ങൾ നോക്കൂ, EK നായർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ്. അയാൾ മുടക്കിയില്ല. അതുകൊണ്ടല്ലേ EK നായനാർ അദ്ദേഹം പോപ്പിനെ കാണാൻ പോയപ്പോൾ ഭഗവത്ഗീതയാണ് അദ്ദേഹം കൊടുത്തത്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എല്ലാവരും കേട്ടിരിക്കുന്ന ചരിത്രമല്ലേ? അദ്ദേഹത്തിനെ വർഗീയമായി കണ്ടില്ല. ഇപ്പോഴാണ് വർഗീയെന്നും പറഞ്ഞ് വഴിമുടക്കികൾ കുറേ വരും. അതുകൊണ്ടാണ് ആ പാർട്ടി നശിച്ചു പോകുന്നത്. നിങ്ങളായിട്ട് നശിപ്പിക്കുകയാണ് ആ പാർട്ടിയെ. അതുകൊണ്ട് ചിരപുരാതന ഭാരത സംസ്കാരത്തെ കുട്ടികൾ പഠിക്കട്ടെ. അതിന് നിങ്ങളെല്ലാ സപ്പോർട്ടും കൊടുക്കുക വേണ്ടത്. അതിന് RSS എന്നോ വർഗീയെന്നോ പറഞ്ഞോ കളയരുത്. അവർ ഭാരത സംസ്കൃതിയാണ് പഠിക്കുന്നത്, സനാതന ധർമ്മമാണ് പഠിക്കുന്നത്. നാളെ അവരുടെ ജീവിതത്തിൽ മനോബലം നേടുന്ന അറിവാണ് അവർ നേടും. അതിനുള്ള അനുഷ്ഠാനമാണ് വേണ്ടേ? അതിനുള്ള സംവിധാനം ഒരുക്കണ്ടേ കുട്ടികൾക്ക്? വേണോ വേണ്ടയോ? എത്ര പേര് അത് വേണമെന്ന് പറയുന്നവരുണ്ട്? ഇതൊക്കെ കുട്ടികൾ പഠിക്കേണ്ടതാണ്. കാരണം കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ വിദ്യാഭ്യാസമാണ് കഴിവില്ലാതെയാക്കുന്നത്. ജാതീയതയില്ല. ജാതീയത രാഷ്ട്രീയക്കാരുണ്ടാക്കുന്നത്. കാരണം കഴിവുള്ളവന് ജാതിയില്ല. എപ്പോഴും ഓർത്തോളൂ നിങ്ങൾ, കഴിവുള്ളവൻ എന്ത് ജാതി? ഇപ്പം ഇവരെ കഴിവില്ലാതെയാക്കുന്ന ഈ രാഷ്ട്രീയക്കാരാണ്. കൊടിയും പിടിച്ചവനെ, സിന്ദാബാദം വിളിപ്പിച്ചവൻ്റെ കഴിവ് മുഴുവൻ നശിപ്പിക്കുക. നമ്മളൊക്കെ ജനിച്ചു വന്നത് വൈവിധ്യത്തിലാണ്. ഓരോരുത്തരും തമ്പ്രിൻ്റെ വ്യത്യസ്തമാണ് അല്ലേ? നമ്മളിലൊരു കഴിവുണ്ട്, ദൈവീകമായ കഴിവുണ്ട്. അത് ഉണർത്തണം. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ലക്ഷ്യം. കഴിവും കരുത്തുമുള്ളവരായി തീരാനാണ് എൻ്റെ ജന്മം. അത് ഓർമ്മ വേണം. ആ കരുത്ത് നേടാൻ, കഴിവ് നേടാനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്, ജപിക്കുന്നത്. ആ ബോധത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ, നിങ്ങൾ മാറ്റങ്ങളുണ്ടാവും. ഏതായാലും കൃഷ്ണാവതാരം പോലെ ഒരു അവതാരം. അതുകൊണ്ട് കൃഷ്ണൻ്റെ ജീവിതം നോക്കൂ നിങ്ങൾ. ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത ഗോപികമാരെയാണ് അദ്ദേഹം ലോകമാദരിക്കുന്ന ഗോപികളെ മാറ്റിയത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വൃന്ദാവനത്തിൽ പോകണം, എന്നാലേ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ. ഒരു തരത്തിലും നോക്കൂ, ബ്രാഹ്മണരല്ലാത്ത കൃഷിക്കാരായിട്ടുള്ള കുലം തന്നെ നോക്കൂ, കൃഷിക്കാരുടെ വംശം. അന്നത്തെ കാലത്തൊക്കെ പാവങ്ങളായിട്ടുള്ളവരെ കൃഷ്ണൻ ഭക്തിയുടെ ഉന്നതിയിലെത്തിച്ചു. അങ്ങനെയുള്ളൊരു കൃഷ്ണൻ ഉയർത്തി എല്ലാവരെയും, അർജുനനെ ഉയർത്തിയ കൃഷ്ണൻ. ഭാഗവതത്തിലൂടെ നാളെ നമ്മൾ കാണും അനവധി ജീവിതങ്ങൾ കൃഷ്ണനിലൂടെ ഉയർന്നു വരുന്നത്. അങ്ങനെയുള്ള കൃഷ്ണൻ്റെ മഹത്വം ഞങ്ങളിതാ കൃഷ്ണനെ മുന്നിൽ നമിക്കുന്നു. ആ കൃഷ്ണനെ അവർ നമിക്കുകയാണ്. മത്സ്യാശ്വകശ്യപ നൃസിംഹവരാഹ ഹംസ
രാജന്യവിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിന ത്രിഭുവനം ചയദാധുനേശ ഭാരം ഭുവോ ഹരയതൂത്തമവന്ദനം തേ ഭാരം ഭുവോ ഹര യദൂത്തമ വന്ദനം തേ. ഭാരം ഹര, മനസ്സിൻ്റെ ഭാരത്തെ ഹരിക്കാൻ അവതരിച്ചിട്ടുള്ള ഹേ യദൂത്തമ വന്ദനം, ഞങ്ങളങ്ങേ നമിക്കുന്നു. എന്തിനാ ഭഗവാൻ അവതരിച്ചത്? എല്ലാ മനസ്സുകളിലുമുള്ള ഭാരം ഹര, ഭാരത്തെ ഇല്ലാതാക്കാൻ. അപ്പം മനസ്സിൻ്റെ ഭാരം തീർക്കാൻ വന്ന ഏ കൃഷ്ണ, അങ്ങേ ഞങ്ങൾ നമിക്കുന്നു. ഇനി കൃഷ്ണാവതാരമാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന നാളിൽ കൃഷ്ണൻ അവതരിക്കുന്നു. അങ്ങനെ സന്ധ്യരാത്രിയായി കുരാക്കുരുട്ടുള്ള രാത്രിയിൽ ഭഗവാൻ ആ ദേവകീ ദേവിയിലൂടെ പ്രകടമാകുന്ന ആ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നു. നല്ല സമയമാണ്. അകത്തുനിന്ന് ശംഖും വിളിക്കുന്നുണ്ട്. കൃഷ്ണാവതാരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്ക് ഭഗവാന് പോലും ഇഷ്ടമാണ് ആ ഭാഗം അത്രയും. അതുകൊണ്ടായിരിക്കും ഒരു കോയിൻസിഡൻസ് ആയിട്ട് ആ സമയം വരുന്നത്. ഭഗവാൻ ശിവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അത്രയും കൃഷ്ണാവതാരം എന്ന് പറയും. ശ്രീശുകൗവാച അത സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാജനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേ ദുർഗഗണം നിർമ്മലോടഗണോദയം മഹീമംഗളപൂയിഷ്ട പുരഗ്രാമവ്രജാകരാം നദ്യപ്രസന്നസലിലാ ഹൃദാജലരുഹശ്രിയ ദ്വിജാളീ കുലസന്നാദ സപഗാവനരാജയ വവോ വായുസുഖസ്പർശ പുണ്യഗന്ധവഹശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താ തത്ര സമന്ധന മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹം ജായമാനേ ജനേ തസ്മിൻ നേതുർദ്വന്ദ്വയോദിവി ജഗുക്കിന്നരഗന്ധർവാം തുഷ്ടുവുസിദ്ധചാരണാം വിദ്യാധര്യശ്ചതനുധോ അപ്സരോഭിः സമം ദദാ മുമുജുർമുനയോ ദേവാം സുമനാം സീമുതന്നിതാം മന്ദം മന്ദം ജലധരാ ജഗർജൂരനുസാഗരം നിശീതേ തമ ഉദ്ബോധേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീയദാ പ്രാച്യം ദിശേന്തുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ നാരായണ 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 ഹരേ നാരായണ. എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ട് കാണണം. ഇനിയുള്ള ചടങ്ങുകളൊക്കെ എല്ലാവരും നാമം ജപിക്കണം. അപ്പം നമുക്ക് കൃഷ്ണാവതാരത്തിലേക്ക് കിടക്കുന്നു. കൃഷ്ണാവതാരം നമ്മളിനി ലൈവായിട്ട് കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഉണ്ണിയൂട്ട്. ഈ ചടങ്ങുകളൊക്കെ അടുത്ത് വേഗം നമുക്ക് തീർക്കാം. എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഇത്തിരി ലേശം വൈകി എന്നാലും സഹകരിക്കുക. ഹരേ നാരായണ 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 ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ